Hi. So today's video we are going to see ഇടുക്കിയുടെ താജ്മഹൽ, അതിന്റെ അർത്ഥം, വിപരീതം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് അർത്ഥം നോക്കാം. അർത്ഥം മോഹം. മോഹം മീൻസ് ആഗ്രഹം. 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 ആഗ്രഹം എന്ന് പറഞ്ഞാൽ dream of becoming a teacher, dream of becoming a cricket player, dream of becoming something. That is ആഗ്രഹം. മന്ദഹാസം, പുഞ്ചിരി. മന്ദഹാസം, പുഞ്ചിരി. പുഞ്ചിരി. ചിരിക്കുന്നതിനെയാണ് പുഞ്ചിരി, മന്ദഹാസം. ഭീതി, ഭീതി, പേടി. scared, പേ പേടി, ഭീതി. ഇരുമ്പം, ഇരമ്പം, മുഴക്കം. മുഴക്കം. മുഴക്കം means big sound, loud noise. മുഴക്കം, loud noise. ശിരസ്, തല. മോഹം, ആഗ്രഹം, മന്ദഹാസം, പുഞ്ചിരി, ഭീതി, പേടി, ഇരമ്പം, മുഴക്കം, ശിരസ്, തല. അപ്പൊ ഇതൊന്ന് കാണാതെ എഴുതാവോ? ഗ്രഹം, മന്ദഹാസം, പുഞ്ചിരി, ഭീതി, പേടി, ഇരമ്പം, മുഴക്കം, ശിരസ്, തല. വിപരീതം. ഗ്രാമം. ഗ്രാമം, വില്ലേജ്. ഗ്രാമം മീൻസ് വില്ലേജ്. അതിന്റെ വിപരീതം നഗരം. നഗരം. സൗന്ദര്യം, വൈരൂപ്യം. 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 സൗന്ദര്യം, ബ്യൂട്ടിഫുൾ. വൈരൂപ്യം, ugly. ശാപം. ശാപം means curse. ശാപം. അനുഗ്രഹം. 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 കാണാതെ എഴുതാവോ? ഗ്രാമം, നഗരം, സൗന്ദര്യം, വൈരൂപ്യം, ശാപം, അനുഗ്രഹം. അനുഗ്രഹം. പര്യായ പദങ്ങൾ. സന്ധ്യ. സന്ധ്യ means evening. സന്ധ്യ, ഈവനിങ്. അന്തി, അന്തി. പ്രദോഷം. പ്രദോഷം. അന്തി, പ്രദോഷം. സ്വപ്നം, കനവ്. കനവ്.
കിനാവ് കിനാവ് നദി സരിത്ത് സരിത്ത് തടിനി സരിത്ത് തടിനി ഒന്നുകൂടെയും എഴുതാവോ? സന്ധ്യ സ്വപ്നം നദി സന്ധ്യ അന്തി പ്രദോഷം സ്വപ്നം കനവ് കിനാവ് നദി സരിത്ത് തട്ടിനി നാനാർ സാധു സാധു പാവം സന്യാസി സൻ സന്യാ സന്യാസി സന്യാസി പാവം സന്യാസി വർഷം മഴ ആണ്ട് ആണ്ട് ഉണ്ട് ആണ്ട് വർഷം മഴ ആണ്ട് ഉത്തരം മറുപടി മറുപടി വടക്കു ദിക്ക് ഉത്തരം മറുപടി വടക്കു ദിക്ക് സാധു പാവം സന്യാസി വർഷം മഴ ആണ്ട് 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 ഉത്തരം മറുപടി വടക്കു ദിക്ക് വടക്കു ദിക്ക് കാണാതെ എഴുതാമോ? സന്യാസി മഴ ആണ്ട് മറുപടി വടക്കു ദിക്ക് വ്യത്യാസം മനം മനം മനസ്സ് 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 മാനം ആകാശം അർത്ഥവ്യത്യാസം മനം മനസ്സ് മാനം ആകാശം കാണാതെ എഴുതാവോ? അർത്ഥവ്യത്യാസം മനം മാനം മനം മനസ്സ് മാനം ആകാശം വിഗ്രഹാർത്ഥം സർപ്പ ശിരസ് സർപ്പ ശിരസ് സർപ്പശിരസ് സർപ്പ ശിരസ് സർപ്പത്തിന്റെ ശിരസ്
സർപ്പത്തിന്റെ ശിരസ്. ശിരസ് മീൻസ് തല. സർപ്പത്തിന്റെ സർപ്പത്തിന്റെ ശിരസ്. സർപ്പത്തിന്റെ ശിരസ്. ഉറവ വെള്ളം. ഉറവ വെള്ളം എന്ന് പറഞ്ഞാൽ റോക്കിൽ നിന്നൊക്കെ വരുന്ന, പാറയിൽ നിന്നൊക്കെ വരുന്ന വെള്ളത്തിനെയാണ് ഉറവ വെള്ളം എന്ന് പറയുന്നത്. ഉറവയിൽ നിന്നുള്ള വെള്ളം. ഉറവയിൽ നിന്നുള്ള വെള്ളം. വെള്ളം. ഉറവയിൽ നിന്നുള്ള വെള്ളം. വിനോദയാത്ര. വിനോദത്തിനുള്ള യാത്ര. സർപ്പശിരസ്, സർപ്പത്തിന്റെ ശിരസ്. ഉറവ വെള്ളം, ഉറവയിൽ നിന്നുള്ള വെള്ളം. ഉറവ അതൊരു പാറയൊക്കെ പോലെ അവിടെ നിന്ന് ഇങ്ങനെ എപ്പോഴും വെള്ളം വരും. അപ്പൊ ഉറവയിൽ അവിടെ നിന്ന് വരുന്ന വെള്ളം. ഉറവയിൽ നിന്നുള്ള വെള്ളം. വിനോദത്തിനുള്ള യാത്ര. വിനോദയാത്ര. കാണാതെ എഴുതാവോ? സർപ്പത്തിന്റെ ശിരസ്. ശിരസ്, ഉറവ വെള്ളം, വിനോദയാത്ര. കാണാതെ എഴുതാവോ? സർപ്പത്തിന്റെ ശിരസ്. സർപ്പത്തിന്റെ ശിരസ്. ഉറവയിൽ നിന്നുള്ള വെള്ളം. വിനോദയാത്ര. വിനോദത്തിനുള്ള യാത്ര. വിനോദത്തിനുള്ള യാത്ര. പിതൃലിംഗം. പിതാവ്, മാതാവ്. പിതാവ്, മാതാവ്. ഭാര്യ, ഭർത്താവ്. പിതാവ്, മാതാവ്, ഭാര്യ, ഭർത്താവ്. കാണാതെ എഴുതി നോക്കിയേ. പിതാവ്, ഭാര്യ. പിതാവ്, മാതാവ്, ഭാര്യ, ഭർത്താവ്. പിരിച്ചെഴുതുക. ഈ കൊല്ലം. ഈ പ്ലസ് കൊല്ലം. ഗ്രാമത്തിൽ. ഇവിടെ നോക്കി ഈ ചിഹ്നം വന്നേക്കുന്നത്. അപ്പൊ ഗ്രാമം പ്ലസ് താ മാറ്റിയിട്ട് ഇല്ലായി. അവിടെ ഈ ചിഹ്നം വന്നേക്കുന്നേ. ഓടി. ഇവിടെ യോ വന്നേക്കുന്നേ. ഓ ചിഹ്നമാണ് അവിടെ. സോ ഓടി പ്ലസ് ഓടി. എഴുതി നോക്കിയേ. ഈ കൊല്ലം ഗ്രാമത്തിൽ ഓടി. ഈ പ്ലസ് കൊല്ലം. ഗ്രാമം
plus il. ഓടി plus ഓടി. ഓടി plus ഓടി. ഓടി ഓടി. അഖിലും അമ്മുവും താജ്മഹൽ കാണാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? വെള്ളത്തൂവൽ പോലുള്ള ഗ്രാമത്തിൽ നിന്നും താജ്മഹൽ കാണാൻ പോകണമെങ്കിൽ ആയിരക്കണക്കിന് രൂപ വേണം എന്നുള്ളതിനാലാണ് അഖിലും അമ്മുവും താജ്മഹൽ കാണാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ചത്. ഇത് ഇത്രയും ബിഗ് ആയിട്ടുള്ളത് ഒരുമിച്ച് പഠിക്കണ്ട. ഫസ്റ്റ് നമുക്ക് ഫസ്റ്റത്തെ സെന്റൻസ് 1 ഡേ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് സെന്റൻസ് പഠിക്കാം. അപ്പൊ ആദ്യം വെള്ളത്തൂവൽ പോലുള്ള ഗ്രാമത്തിൽ നിന്നും താജ്മഹൽ. വെള്ളത്തൂവൽ എന്ന് പറഞ്ഞാൽ കേരളത്തില് ഇടുക്കിയുടെ അവിടെയാണ് വെള്ളത്തൂവൽ വരുന്നത്. അവിടുന്ന് താജ്മഹൽ എന്ന് പറഞ്ഞാൽ ആഗ്രയുടെ അവിടെയാണ്. അപ്പോ ഇടുക്കിയുടെ അവിടുന്ന് ആഗ്ര വരെ പോകാൻ ഇറ്റ് ഈസ് എ ലോങ് ഡിസ്റ്റൻസ്. അവിടുന്ന് പോകാന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോ വെള്ള തൂവൽ വെള്ള തൂവൽ വെള്ള തൂവൽ 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 എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെദേഴ്സ്. അപ്പൊ വൈറ്റ് കളർ ഫെദേഴ്സ്. വെള്ള തൂവൽ തൂവൽ ഫെദേഴ്സ്. വെള്ള വൈറ്റ് തൂവൽ വെള്ള കളർ തൂവൽ പോലുള്ള പോലുള്ള ലൈക്ക് വെള്ളത്തൂവൽ. പോലുള്ള മീൻസ് ലൈക്ക്. ഗ്രാമത്തിൽ 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 വില്ലേജിൽ നിന്നു താജ്മഹൽ താജ്മഹൽ. ഇത്രയും ഒരു ദിവസം പഠിക്കാം. ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ, എല്ലാം പഠിക്കാൻ ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇത് മാത്രം പഠിക്കാം. വെള്ളത്തൂവൽ പോലുള്ള ഗ്രാമത്തിൽ നിന്നു താജ്മഹൽ. ഇത് ഇന്ന് പഠിച്ചിട്ട് നെക്സ്റ്റ് ഡേ അടുത്ത് പഠിക്കാം. ഒന്ന് കാണാതെ എഴുതി നോക്കാവോ? അതൊന്ന് കാണാതെ എഴുതി നോക്കാവോ? വെള്ള തൂവൽ പോലുള്ള ഗ്രാമത്തിൽ നിന്നു താജ്മഹൽ. കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്യാം. കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് നെക്സ്റ്റ് ഡേ പഠിക്കാം. ഇത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് ആണ് കാണാൻ പോകണമെങ്കിൽ. സോ ടു ഗോ there, to from here to go there ആയിരക്കണക്കിന് രൂപ വേണം. In order to go Taj Mahal from a village like Vellathuval, they needed more money, around 1,000. They needed money around 1,000. ആയിരക്കണക്കിന് 1,000. അപ്പോ വെള്ളത്തൂവൽ പോലുള്ള ഗ്രാമത്തിൽ നിന്ന് താജ്മഹൽ കാണാൻ മീൻസ് ടു സീ. പോകണമെങ്കിൽ ടു ഗോ there, പോകണമെങ്കിൽ ആയിരക്കണക്കിന് 1,000 rupees വേണം. അപ്പോ ഇത് നെക്സ്റ്റ് ഡേ പഠിക്കാം. അപ്പൊ വെള്ളത്തൂവൽ പോലുള്ള സ്ഥലത്ത് നിന്ന്
കാണാൻ കാണാൻ പോകണമെങ്കിൽ പോകണമെങ്കിൽ മെങ്കിൽ കാണാൻ പോകണമെങ്കിൽ ആയിരക്കണക്കിന് കണക്കിന് രൂപ രൂപ വേണം. കാണാൻ കാണാൻ പോകണമെങ്കിൽ എങ്കിൽ ആയിരക്കണക്കിന് രൂപ വേണം. കാണാൻ to see. പോകണമെങ്കിൽ to go there. In order to go there, ആയിരക്കണക്കിന് 1000 rupees രൂപ rupees വേണം needed. So വെള്ളത്തൂവൽ പോലുള്ള ഗ്രാമത്തിൽ നിന്നും താജ്മഹൽ കാണാൻ പോകണമെങ്കിൽ ആയിരക്കണക്കിന് രൂപ വേണം. കാണാതെ എഴുതി നോക്കിയേ. ആദ്യം തുടങ്ങി എഴുതി നോക്കാം. വെള്ളത്തൂവൽ പോലുള്ള ഗ്രാമത്തിൽ നിന്ന് താജ്മഹൽ കാണാൻ പോകാൻ ആയിരക്കണക്കിന് രൂപ വേണം. ഇതാണ് ആൻസർ. റിമൈനിങ് ക്വസ്റ്റ്യനിലുണ്ട്, അത് നോക്കി എഴുതാം. അപ്പോ വെള്ളത്തൂവൽ പോലുള്ള ഗ്രാമത്തിൽ നിന്നും താജ്മഹൽ കാണാൻ പോകണമെങ്കിൽ കണക്കിനു രൂപ വേണം. റിമൈനിങ് ക്വസ്റ്റ്യനിലുണ്ട്. വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. എന്ത്? നീലാകാശത്തിന് താഴെ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ നിൽക്കുന്നതും അണക്കെട്ടിനു മുകൾ ഭാഗത്തെ പാറകൾ വെട്ടിയുണ്ടാക്കിയ പാതയും പാറയിൽ നിന്ന് ഒഴുകുന്ന തണുത്ത ഉറവ വെള്ളവും രണ്ട് കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തിയും ഇതെല്ലാം അതിശയിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചകളായിരുന്നു. ഇത്രയും വലിയ സെന്റൻസ് ഫുള്ളും ഒരുമിച്ച് പഠിക്കേണ്ട, സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. ഫസ്റ്റത്തെ ഡേ നമുക്ക് ഇത് പഠിക്കാം. നീലാകാശത്തിനു താഴെ അണക്കെട്ട്, നീലാകാശം സ്കൈ, താഴെ below the sky. അണക്കെട്ട് എന്തിനെ പോലെയാ? സർപ്പശിരസ്, like a snake's head. It looks like a snake's head. പോലെ നിൽക്കുന്നു, stand up, നിൽക്കുന്നത്. അതാണ് ഫസ്റ്റത്തെ സെന്റൻസ്. ഇത് ഇന്ന് പഠിക്കാം. നീലാകാശത്തിന് താഴെ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ നിൽക്കുന്നതും. നീലാകാശം, താഴെ ബിലോ, അണക്കെട്ട് സർപ്പശിരസ് സ്നേക്കിന്റെ ഹെഡ് പോലെ, ലൈക്ക് നിൽക്കുന്നു, സ്റ്റാൻഡ് അപ്പ്. അപ്പൊ അതൊന്ന് എഴുതി പഠിച്ചു നോക്കിയേ. നീലാകാശത്തിനു താഴെ
നീലാകാശത്തിനു താഴെ അണക്കെട്ട് 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 ഒരു സർപ്പശിരസ് ഒരു സർപ്പശിരസ് ഇത്രയും ഇന്ന് പഠിക്കാം. ശിരസ്സു പോലെ നിൽക്കുന്നു. നീലാകാശത്തിനു താഴെ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ നിൽക്കുന്നു. ഇത് പഠിച്ചെങ്കിൽ കാണാതെ എഴുതാം. കറക്റ്റ് ആണോ എന്ന് നോക്കാം. നീലാകാശത്തിനു താഴെ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ നിൽക്കുന്നു. ഇനി അടുത്ത സെന്റൻസ് നമുക്ക് പഠിക്കാം. അണക്കെട്ടിനു മുകൾ ഭാഗത്തെ പാറകൾ വെട്ടിയുണ്ടാക്കിയ പാത. അപ്പൊ അണക്കെട്ടിന്റെ മുകളിൽ ഒരു പാതയുണ്ട്. ദാറ്റ് വി ക്യാൻ സീ. അണക്കെട്ടിന്റെ മുകളില് ഒരു പാതയുണ്ട്. അണക്കെട്ടിന്റെ മുകളില് പാറ വെട്ടിയുണ്ടാക്കിയ പാറ. അണക്കെട്ടിന്റെ മുകൾ എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓഫ് ദാറ്റ് ഡാം. അണക്കെട്ടിന് മുകൾ ടോപ്പ് ഭാഗത്തെ പാറകൾ. പാറ എന്ന് പറഞ്ഞ റോക്സ് വെട്ടിയുണ്ടാക്കിയ, അത് കട്ട് ചെയ്ത് എന്തുണ്ടാക്കി? ഒരു വഴി ഉണ്ടാക്കി. അപ്പൊ അണക്കെട്ടിനു മുകൾ ഭാഗത്തെ ടോപ്പ് ഓഫ് ദാറ്റ് അണക്കെട്ട് ഭാഗത്തെ പാറകൾ വെട്ടിയുണ്ടാക്കിയ പാത. അപ്പൊ ഫസ്റ്റത്തെ ഇതെന്ന് പറഞ്ഞ സർപ്പശിരസ്, ആകാശത്തിനു താഴെ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ നിൽക്കുന്നു. അതാണ് ഫസ്റ്റ്. സർപ്പശിരസ് പോലെ ആകാശത്തിന്റെ താഴെ നിൽക്കുന്നു. സെക്കൻഡ് എന്താ? അണക്കെട്ടിന്റെ മുകൾ ഭാഗത്ത് ടോപ്പ് പാറകൾ കട്ട് ചെയ്ത് പാതയും. അതാണ് അടുത്ത വിസ്മയിപ്പിക്കുന്ന കാഴ്ച. പാറകൾ വെട്ടിയുണ്ടാക്കിയ. അപ്പൊ അതൊന്ന് എഴുതി നോക്കിയേ. അണക്കെട്ടിനു മുകൾ ഭാഗത്തെ പാറ വെട്ടിയുണ്ടാക്കിയ പാതയും. അപ്പൊ അണക്കെട്ടിനു മുകൾ ഭാഗത്തെ പാറ വെട്ടിയുണ്ടാക്കിയ പാതയും. അണക്കെട്ടിനു മുകൾ ടോപ്പ് സൈഡ് പാറ, അവിടെയുള്ള പാറയൊക്കെ കട്ട് ചെയ്ത് ഉണ്ടാക്കിയ പാത, ദ പാത്ത്. അതൊന്ന് കാണാതെ എഴുതാവോ? അത് കാണാതെ എഴുതി. ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അണക്കെട്ടിനു മുകൾ ഭാഗത്തെ പാറ വെട്ടിയുണ്ടാക്കിയ പാതയും. നെക്സ്റ്റ്, പാറയിൽ എന്ന് പറഞ്ഞ ഫ്രം ദ റോക്ക് നിന്ന് ഒഴുകുന്ന ഫ്ലോയിങ് തണുത്ത കോൾഡ് ഉറവ വെള്ളവും. ഉറവ വെള്ളം എന്ന് പറഞ്ഞ പാറക്കെട്ടിന്റെ അവിടെ ഉറവ, സ്പ്രിംഗ് വാട്ടർ, ഉറവ വെള്ളം. നെക്സ്റ്റ് വിസ്മയിപ്പിക്കുന്ന കാഴ്ച. പാറയിൽ ഫ്രം ദ റോക്ക്, പാറയിൽ നിന്നും
ഒഴുകി വരുന്ന, ഒഴുകുന്ന. ഫ്ലോയിങ്, തണുത്ത, തണുത്ത. കോൾഡ്, ഉറവ. സ്പ്രിംഗ് വാട്ടർ, വെള്ളവും. വാട്ടർ, പാറയിൽ നിന്ന്. ഫ്രം ദ റോക്ക്, ഒഴുകുന്ന, ഒഴുകുന്ന. തണുത്ത വെള്ളവും. അതൊന്ന് കാണാതെ പഠിക്കാം. പാറയിൽ നിന്നും, പാറയിൽ നിന്നും. ഫ്രം ദ റോക്സ്, പാറയിൽ നിന്നും. ഫ്രം ദ റോക്സ്. ഒഴുകുന്ന, ഫ്ലോയിങ്, ഒഴുകുന്ന. വാട്ടർ ഈസ് വെരി കോൾഡ്, തണുപ്പുള്ള. ആ വാട്ടർ വളരെ കോൾഡ് ആണ്. സോ തണുപ്പുള്ള. ഉറവ വെള്ളം, സ്പ്രിംഗ് വാട്ടർ. ഉറവ വെള്ളവും, ഉറവ വെള്ളവും. പാറയിൽ നിന്നും ഒഴുകുന്ന തണുത്ത ഉറവ വെള്ളവും. പഠിച്ചോങ്കിൽ കാണാതെ എഴുതാം. പാറയിൽ നിന്ന് ഒഴുകുന്ന തണുപ്പുള്ള ഉറവ വെള്ളം. അടുത്തത് എന്താ? രണ്ട് കരിമ്പാറ. കരിമ്പാറ എന്ന് പറഞ്ഞ ബ്ലാക്ക് കളേർഡ്, ബ്ലാക്ക് കളർ, ബ്ലാക്ക് കളേർഡ്, ബ്ലാക്ക് കളേർഡ്. രണ്ട് കരിമ്പാറ, ബ്ലാക്ക് കളേർഡ് റോസ്. കരിമ്പാറ മീൻസ് ബ്ലാക്ക് കളേർഡ് റോസ്. മലകൾക്കിടയിൽ, ബിറ്റ്വീൻ ദാറ്റ് ടു റോക്സ്. ഇത് രണ്ടുമാണ് കരിമ്പാറ. ഇൻ ബിറ്റ്വീൻ, ഇൻ ബിറ്റ്വീൻ. മലകൾക്കിടയിൽ, ഇടയിൽ മീൻസ് ഇൻ ബിറ്റ്വീൻ. ഇപ്പൊ രണ്ട് കരിമ്പാറ മലകൾക്കിടയിലാണ് ഈ ഡാം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ അവിടെ വാട്ടർ, നദിയെ തടഞ്ഞു നിർത്തുന്ന. സോ റിവറിനെ തടഞ്ഞു, സ്റ്റോപ്പ്, തടഞ്ഞു, സ്റ്റോപ്പ്, നിർത്തുന്ന വമ്പൻ ഭിത്തി. ഇതാണ് ഭിത്തി, വാൾസ്. അപ്പൊ റിവറിനെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ, വമ്പൻ ഭിത്തി. അപ്പോ രണ്ട് കരിമ്പാറ. സോ ടു ഡാർക്ക് ബ്ലാക്ക് കളേർഡ് റോക്സിന്റെ ഇൻ ബിറ്റ്വീൻ, ഇടയിൽ എന്താ? വമ്പൻ ഭിത്തി, നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി. അതൊന്നിനി നമുക്ക് എഴുതി നോക്കാം. രണ്ട് കരിമ്പാറകൾക്കിടയിൽ, കരിമ്പാറകൾക്കിടയിൽ, കിടയിൽ. നദിയെ, നദിയെ തടഞ്ഞു നിർത്തുന്ന, തടഞ്ഞു നിർത്തുന്ന, നിർത്തുന്ന. നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തിയും. ഇതെല്ലാമാണ് വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ. രണ്ട് കരിമ്പാറകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തിയും. ഇത് കാണാതെ എഴുതി നോക്കാവോ? ശരിയാണോന്ന് നോക്കാം. രണ്ട് കരിമ്പാറകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തിയും. ഇതിന്റെ ആൻസേഴ്സ് അപ്പൊ എന്തൊക്കെയാണ്? ഫസ്റ്റ്, നീലാകാശത്തിനു താഴെ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ നിൽക്കുന്നത്.
നീലാകാശത്തിന് താഴെ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ നിൽക്കുന്നത്. അണക്കെട്ടിനു മുകൾ ഭാഗത്തെ പാറകൾ വെട്ടിയുണ്ടാക്കിയ പാതയും. സ്പ്രിംഗ് വാട്ടർ ആണ് നെക്സ്റ്റ് വരുന്നത്. പാറയിൽ നിന്ന് ഒഴുകുന്ന തണുത്ത ഉറവ വെള്ളവും പിന്നെ രണ്ട് കരിമ്പാറകൾക്കിടയിൽ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തിയും. ഇത് മൊത്തം ഒന്ന് കാണാതെ എഴുതി നോക്കാം. ഇത് കഴിഞ്ഞിട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം.